നമ്മളും തയ്യാറാക്കാൻ പോകുന്നത് തൈരുമുളകാണ്. നമ്മളൊരു 15 അധികം എരിവില്ലാത്ത മുളകാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ഇത് നല്ലപോലെ കഴുകി തുടച്ചെടുക്കുക. അതിനുശേഷം ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ വട്ടം ഇങ്ങനെ മുറിച്ച് എടുക്കുക. ഫുള്ളായിട്ട് മുറിക്കണ്ട, ഇതുപോലെ മുറിക്കുക. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. 1 ടേബിൾ സ്പൂൺ കടുക് ഇടുക. 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കുക. ഒരു 10-20 ചെറിയുള്ളി ചോപ്പ് ചെയ്ത് ചേർക്കുക. ഒരു 5 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ചേർക്കുക. നന്നായി വഴറ്റുക. 2 തണ്ട് കറിവേപ്പില ചേർക്കുക. ഇനി ഇതിലേക്ക് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർക്കുക. നന്നായി വഴറ്റുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കായംപൊടിയും ചേർക്കുക. നല്ലപോലെ വഴറ്റുക. ഇനി ഇതിലേക്ക് അധികം പുളിയില്ലാത്ത 1 കപ്പ് തൈര് ചേർക്കുക. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കേണ്ടതില്ല, അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. നന്നായി മിക്സ് ചെയ്യുക. ഇത് സാമ്പാർ പോലെ ഒഴിച്ച് കൂട്ടാൻ പറ്റിയ കറിയൊന്നുമല്ല. ഇത് കുറച്ചൊഴിച്ച് ചോറിൻ്റെ കൂടെ കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. നമ്മുടെ തൈരുമുളക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.